പണത്തിന് മീതെ പരുന്തും പറക്കില്ല. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിക്ക് മേലെ ചില സാധനങ്ങളുണ്ട്, ചില ശക്തികൾ അല്ലെങ്കിൽ ചില കയ്യൊപ്പുകൾ ഒക്കെയുണ്ട്. തൽക്കാലം പണത്തിന് മീതെ പരുന്ത് പറക്കില്ല. കാരണം ഞാൻ പറയാം, എനിക്കേറ്റ മുറിവുകൾ സ്വയമേ മരുന്ന് വെച്ച് ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അത് പണ്ടേ ഞാൻ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തോ ഒരു ശക്തി ഉണ്ട്. അതിനെ ഒരു പക്ഷേ നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ പേരിട്ട് വിളിക്കുന്നു. പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ള സംഭവം കറക്റ്റായിട്ടൊരു കാര്യമാണ്. ശത്രു ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നതായതുകൊണ്ട്, സൽപ്പേരിനുടമയായതുകൊണ്ടും, പൊളിറ്റിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പിടിപാടുണ്ടായതുകൊണ്ടും പെട്ടെന്ന് താഴെ ഇറക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണമെറിഞ്ഞ് പല മീഡിയ പ്രവർത്തകരെയും കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. ഇനി ആടിനെ പട്ടിയാക്കുന്നത് നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങളത് കാണാൻ കഴിയും. അതാണ് പണത്തിൻ്റെ പവർ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അതിക്ക് മേലെ ഒരു ശക്തിയുണ്ട്, പണത്തിനെല്ലാം മേലെ. അത് അദൃശ്യമായൊരു ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും സാത്താനെ പന പോലെ അങ്ങ് വളർത്തിയിട്ട് ലാസ്റ്റ് ഒറ്റ ഉടുപ്പാണ് പിടിക്കുന്നത്. അതെനിക്ക് 100% ഉറപ്പായ കാര്യമാണ്. ഒരു ഹിൻഡ് കൂടി പറയാം. ആ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും മരുന്നായിട്ടുള്ളൊരു ശക്തമായ എവിഡൻസ്, ഒരു വാള് ഇരിപ്പുണ്ട്. അത് ആദ്യം നോക്കട്ടെ, ഈ കളി എവിടം വരെ പോകും. പണത്തിൻ്റെ കളികൾ നമുക്ക് നോക്കാം. ആ കളി എവിടം വരെ പോകും, ഏതൊക്കെ കഥ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും, കാശ് മേടിച്ച് പ്രവർത്തിക്കുന്ന മീഡിയക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങളെ കൂടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടി എല്ലാ മീഡിയക്കാരുമല്ല, നല്ല ഒന്നാം തരം ചങ്കുറപ്പുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്ന സത്യങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന, ആരെയും പേടിക്കാത്ത, ക്യാഷ് കൊണ്ട് വിലക്കെടുക്കാൻ പറ്റാത്ത മീഡിയ പ്രവർത്തകരുണ്ട്. പക്ഷേ എത്ര തന്തയെന്നറിയാത്ത ഒരുപാട് യൂട്യൂബുകാരുണ്ട്. അവർ സത്യത്തെ വളച്ചൊടിക്കാൻ നോക്കും. അവർക്കറിയാം സത്യം, പക്ഷേ വളച്ചൊടിച്ച് കൊണ്ടുപോട്ടെ. പക്ഷേ ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് ഈ കളിയൊക്കെ ഒന്ന് കാണാം. വമ്പനെ ഞാൻ വീഴ്ത്തിയിരിക്കും. അതിന് ദൈവം എനിക്ക് കയ്യിൽ ചില സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ്. അവാർഡുകൾ വാരി കൂട്ടിയത് കൊണ്ടും പൊളിറ്റിക്സിലും മറ്റെല്ലാ മേഖലയിലും പിടിപാടുണ്ടായതുകൊണ്ടും കാര്യമില്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ കാശ് മേടിച്ച് അവരെ ഞാൻ കുറ്റം പറയില്ല, അവരുടെ കുറച്ച് പുതിയ കഥകളൊക്കെ നമുക്കൊന്ന് കേട്ട് നമുക്ക് ആടിനെ പട്ടിയാക്കുന്നതൊക്കെ ഒന്ന് കാണാം കുറച്ച്. കാരണം ഇന്നലെ വരെ നല്ലത് പറഞ്ഞവർ ഇന്ന് മുതൽ അതിനെ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കാശ് മേടിച്ചവർ. അത് ബാക്കി കൂടെ കാണാം. കണ്ടിട്ട് എൻ്റെ ഒരൊറ്റ ആയുധത്തിൽ ഇതിവിടെ ഫുൾ സ്റ്റോപ്പ് ആവും. ഞാൻ ഒരിക്കലും ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഈ അവാർഡുകാരന് പണി കൊടുക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് ഈ മീഡിയ വഴിയൊന്നുമല്ല, അല്ലാതെ കൊടുക്കും. അത് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല കളി പോകുന്നത്. ഞാനായിട്ടല്ല ഒന്നും തുടങ്ങി വെച്ചത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് സജ്ജന ഫിറോസ് വിഷയം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം കഴിഞ്ഞ ദിവസം സജ്ജന വന്ന് മെഴുകി വീണ്ടും വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടിരുന്നു. തലേദിവസം സജ്ജന ഇട്ടൊരു ലൈവ് ഉണ്ട്. ആ ലൈവിൽ പുള്ളിക്കാരത്തി പ്രഗ്നന്റ് ആണെന്നും റസൂൽ പൂക്കുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ടെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ലൈവ് അങ്ങ് മുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ കണ്ടൊരു നീലക്കുയിലും അങ്ങനെ 1-2 പേരൊക്കെ കണ്ടിട്ടുള്ളൂ, എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് ചിലപ്പോൾ റസൂൽ കുട്ടിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കാം സോഷ്യൽ മീഡിയയിലോട്ട് പെട്ടെന്ന്. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ കോംപ്രമൈസിന് വന്നപ്പോഴത്തേന് എടുത്തു കളഞ്ഞതുമായി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ ഫിറോസിന് അതൊരു പിടിവള്ളിയായി. ഫിറോസ് അന്നേരം തൊട്ട് ഇതുവരെ റസൂൽ പൂക്കുട്ടിക്കെതിരെ എപ്പോഴും ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. ഒരു വമ്പൻ സ്രാവിനെതിരെ പ്രതികരിക്കുന്നു എന്നേ നമുക്കറിയത്തുള്ളൂ. അത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. സജ്ജനെ ആ പേര് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അത് ഇപ്പോഴും ഫിറോസ് പക്ഷെ പേര് പറയുന്നില്ല, ഒരു വമ്പൻ സ്രാവെന്നും പറഞ്ഞിട്ടുണ്ട്. ഫിറോസ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നേ
പണത്തിന് മീതെ പരുന്തും പറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ പണത്തിന് മീതെ പരുന്തിനെ പറക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ കയ്യിൽ ഈ വമ്പൻ സ്രാവിനെ പൂട്ടാനുള്ള അതിശക്തമായ തെളിവുകളുണ്ട്. ഞാൻ ആ തെളിവുമായിട്ട് വന്നിരിക്കും, സമയമാവട്ടെ. പക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയക്കാരൊക്കെ നേരെ തിരിയുന്ന, അതായത് ഫിറോസിന് നേരെ തിരിയുന്ന, ഫിറോസാണ് കള്ളൻ എന്നുള്ള രീതിക്ക് തിരിയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ മറ്റേ അപ്പുറത്തേക്കുന്ന റസൂൽ പൂക്കുട്ടിയോട് പൈസ മേടിച്ചിട്ട് മീഡിയക്കാർ തിരിയും. അത് ഏത് മീഡിയക്കാരാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇനി മെയിൻ സ്ട്രീം മീഡിയക്കാർ ഇതിലേക്ക് വരും, ഇതുവരെ വന്നിട്ടില്ല. അവരിനി ഇതിലേക്ക് വരുമോന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള മെയിൻ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റാണ്. പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ വിലക്കെടുക്കാൻ സാധിക്കില്ല റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന്റെ നാട്ടിലെ ഒരു കാറ് കച്ചവടക്കാരനെ റസൂൽ പൂക്കുട്ടി പറ്റിച്ചിട്ടുണ്ട്. അത് കാരണം ഒരു നാടിന്റെ ഒരു സ്നേഹം കാണിക്കല്ലോ, ഒരു കാരണവശാലും എന്നെ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് സീക്രട്ട് ഏജന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഫിറോസ് പറഞ്ഞത് കേട്ടല്ലോ, അതിശക്തമായ തെളിവുകളൊക്കെ കയ്യിലുണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് ഇന്നലെ വന്ന് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ട്, പുള്ളിക്കാരത്തിൻ്റെ സംശയമായിട്ട്. അതായത് സജ്ജന ഫിറോസ് വേർപിരിഞ്ഞല്ലേ, അവർ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞ് യോജിച്ച് മക്കളുടെ കാര്യമൊക്കെ ഇനി മുന്നോട്ട് നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞ് വേർപിരിഞ്ഞല്ലേ, പിന്നെ സജ്ജന ആരുടെ കൂടെ പോയാൽ ഇയാൾക്ക് എന്താ? കേൾക്കുമ്പോൾ അത് 100% കറക്റ്റായ ഒരു ചോദ്യം. നമ്മൾ ഒരിക്കൽ വേർപിരിഞ്ഞു പോകുന്ന ഭാര്യ പിന്നെ ആരുടെ പുറകെ പോയാലും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അതല്ല സത്യം. ഇത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇവരുടെ സംഭവം എന്താണെന്ന് ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുന്നത്. അതായത് 2023 ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന് 2023 വേർപിരിയുന്ന ഇവര് 2-2.5 വർഷം 3 വർഷത്തോളം ആകുന്നുള്ളൂ വേർപിരിഞ്ഞിട്ട്. പക്ഷെ സജന ഫിറോസ് ലൈവ് ഇട്ടപ്പം പ്രഗ്നന്റ് ആന്ന് പറയുകയും ആ കൂടെ 4 വർഷത്തിലധികമായിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ട് ബന്ധത്തിലാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന കാലത്ത് റസൂൽ പൂക്കുട്ടിയായിട്ട് ബന്ധമുണ്ട്. അതിലുപരി ബിഗ് ബോസിൽ ഈ സജനെ നമ്മൾ കാണുമ്പോൾ സജന ഫിറോസ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും. ആ സമയത്തും റസൂൽ പൂക്കുട്ടിയായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇതിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചാൽ ഒരു ഓമന പേരിട്ട് വിളിക്കാം, അവിഹിതം. അല്ലാതെ ദിവ്യ പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. ദിവ്യ പ്രണയമൊന്നുമല്ല. ആ ദിവ്യ പ്രണയമായിട്ട് തോന്നുന്നത് ആർക്കാന്ന് തോന്നുന്നത്, ആ അവിഹിത ബന്ധത്തെ ഏർപ്പെടുന്ന ആരാണോ അവർക്ക് അവരുടെ ബന്ധം ദിവ്യ പ്രണയമാണ്. പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് അവിഹിതം മാത്രമാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഫിറോസിന് ഈ കാര്യത്തില് ഇതേ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്. അയാളുടെ നല്ലൊരു കുടുംബത്തിനെ തല്ലി ചതച്ച് ചെതറിച്ച് കളഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. കാരണം അയാൾ ഓൾറെഡി ഫിറോസ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, സജന ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫിറോസിന് അതിന്റെ ഒരു കർമ്മ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. ഓൾറെഡി ആ പെങ്കൊച്ച് കല്യാണം കഴിഞ്ഞ് ഫിറോസിനെ കല്യാണം കഴിച്ച് ആരാധന മൂത്ത് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച പെങ്കൊച്ച് പ്രഗ്നന്റ് ആയിട്ട് പ്രസവിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പം ആ സ്ഥാനത്ത് സജന കയറിയിരിക്കുന്നതാണ് ആ കുട്ടിയാണ് കാണുന്നത്. ഒരു പരാതിയും പറയാതെ ഒഴിവായി പോയെന്നാ പറയുന്നത്. എന്റെ പൂർണ്ണതയൊന്നും നമുക്കറിയത്തില്ല. ആ കുട്ടിയുടെ കൂടെയാണ് ആ ഫിറോസിന്റെ ആദ്യത്തെ കൊച്ച്, ആ പെണ്ണാണ് നോക്കുന്നത്. അവരൊരു പരാതിയും പറയാൻ വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കർമ്മയാണ്. കാരണം സജന ഇത് കഴിഞ്ഞ് അടുത്ത പുളിങ്ങുമ്പോൾ കണ്ടപ്പോൾ സജന കയറിപ്പോയി, ഇത് ഉപേക്ഷിച്ചു. ഫിറോസിനെക്കാട്ടും നല്ല ഒരാളെ. അപ്പൊ ഫിറോസ് ഇത് അനുഭവിക്കണ്ട. എന്നാലും അതങ്ങ് മാറി നിൽക്കട്ടെ. നിലവിൽ ഫിറോസ് ആൻഡ് സജന നല്ലൊരു ദാമ്പത്യം നയിച്ച് മുന്നോട്ട് മക്കളുടെ കാര്യം നോക്കിപ്പോ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കുന്നു പറഞ്ഞാൽ ഏത് ദാമ്പത്യത്തിലും ഇത് കുറച്ചൊക്കെ കൈകൊട്ടിക്കളി കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അതങ്ങനെയാ. കാരണം ദാമ്പത്യ എന്ന ചങ്ങലയിലെ കണ്ണികളാണ് കുട്ടികൾ എന്നാ പറയുന്നത്. ആ കുട്ടികളാണ് അടുപ്പിച്ച് വെക്കുന്നത്. അപ്പൊ ഇവർക്കായിട്ടൊരു കൊച്ചുണ്ടായിട്ടുണ്ട്. സജനയുടെ ഒരു കുട്ടിയുണ്ടെന്ന് തോന്നുന്നു, ഫിറോസിന് വേറൊരു കുട്ടിയുണ്ടെന്ന് തോന്നുന്നു, ഇവർക്കായിട്ടൊരു കുട്ടിയുണ്ട്. ഇനി ഇവർക്കായിട്ടുണ്ടായ കുട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ മൂന്നാമതൊരുത്തന്റെ എൻട്രി ഉണ്ടല്ലോ, ആ എൻട്രിയിലാണ് എപ്പോഴും എല്ലാ കുടുംബവും താർന്നു പോകുന്നത്. അതേ കഥ തന്നെയാണ് ഇവിടെ. ഈ ചരിത്രം ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതങ്ങനെയാണ്. ഇതിന്റെ കുറെയെല്ലാം കാര്യം എത്രയാന്ന് പറഞ്ഞാലും പല ഭർത്താക്കന്മാരും പുരുഷന്മാരെ ന്യായീകരിച്ച് ഞാൻ സംസാരിക്കില്ല. പല പുരുഷന്മാരും ഈ ജീവിതം ഒന്നും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാന്നല്ല, ഏതവസ്ഥയിലുള്ളവരാണേലും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും മക്കളോട് പോലും നല്ല സ്നേഹത്തോടെ സംസാരിക്കാൻ ഒരുപക്ഷെ അവർ മറന്നുപോകും. കാരണം അവർക്ക് അത്ര ടെൻഷനും പൈസയുടെ ബുദ്ധിമുട്ടുകളും അതും ഇതുമെല്ലാം വരും. ഭാര്യ ഇപ്പോൾ ഒരു നല്ല വേഷം ഇട്ട് തന്ന ഒരു പുതിയ നൈറ്റി ഇട്ടാ, പുതിയ ചുരിദാറിട്ടാ, പുതിയ സാരി എടുത്താ, അയ്യോ നിനക്ക് ഇന്ന് എന്തൊരു ഭംഗിയാ എന്നൊന്നും പറയാൻ അവരെ കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. പിന്നെ ഏതൊരു പെണ്ണും ഫുഡൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ ഇന്ന് ഫുഡ് വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതെങ്ങനെയാ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു നല്ല സന്തോഷം വരും. നിസ്സാരമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷം.
പക്ഷേങ്കിൽ അത് കൊടുക്കാൻ പുരുഷന്മാരും മറക്കാറുണ്ട്. അങ്ങനെ ഈ വരുമ്പത്തേനുണ്ടാവുന്ന വെച്ചാൽ ഒരു വരൾച്ച പോലെ, ഒരു വരണ്ട ഭൂമി പോലെയാണ് ഇവരുടെ ദാമ്പത്യം. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇവരുടെ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ഇവര് സെലിബ്രിറ്റീസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കുട്ടികളെ ഇട്ടേച്ച് പോകണം, നോക്കണം, അതെല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മൂന്നാമതൊരു വ്യക്തി വന്നിട്ട് അയ്യോ നിന്നെ പോലെ നല്ലൊരു സ്വഭാവക്കാരി പെങ്കൊച്ച്, അല്ലെ നിന്നെ പോലെ നല്ല കാണാൻ സുന്ദരിയായ ഒരുത്തി, അവനെയാണല്ലോ കിട്ടിയത്, നിനക്ക് ഭാഗ്യമില്ല, നിനക്ക് അയ്യോ കഷ്ടം തന്നെ, ഇങ്ങനെ പറയും. പിന്നെ ഇന്നുവരെയും സ്വന്തം ഭർത്താവ് പറയാത്ത സൗന്ദര്യത്തിന്റെ പോയിന്റ്, ഇന്നുവരെയും സ്വന്തം ഭർത്താവ് കണ്ടെത്താത്ത ഇവളുടെ സ്വഭാവത്തിന്റെ നല്ല നല്ല പോയിന്റ്, ഇതെല്ലാം മൂന്നാമത്തെ വ്യക്തി കണ്ടെത്തി പറഞ്ഞിരിക്കും. അപ്പൊ ഈ പെണ്ണുങ്ങൾ ഓർക്കും ഞാനൊരു വ്യക്തിയല്ല, ഞാൻ ഒരു പ്രസ്ഥാനമാണ് എന്നാണ് ഓർക്കുന്നത്. എന്റെ ഇത്രയും വരെ ഇത്ര കാലത്തിനിടെ എന്റെ ഭർത്താവ് അത് പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ ഇയാളല്ലേ ഇത് കണ്ടെത്തി പറഞ്ഞു, എന്നെ ഒന്ന് അംഗീകരിച്ചു, ഞാൻ ഇയാളെയാണ്, ഇതാണ് എന്റെ സങ്കല്പത്തിലെ പുരുഷൻ എന്നെല്ലാം പറഞ്ഞ് പെണ്ണുങ്ങൾ ഒരൊറ്റ ചാട്ടമാണ് അങ്ങോട്ട്, ഇവിടെ ഭർത്താവിനെയും മക്കളെയൊക്കെ വിട്ടേച്ച് ഒരൊറ്റ ചാട്ടം അങ്ങോട്ട്. അപ്പുറത്ത് നിൽക്കുന്ന പുരുഷന്റെ ഒരു മാനസികാവസ്ഥ ഇന്ന് വരെ ഒരു സ്ത്രീയും ശ്രദ്ധിച്ചിട്ടില്ല. അവനെ സംബന്ധിച്ച് അവന്റെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതെല്ലാം ഒരു സൈഡിലുണ്ട്. അവിടെ ജീവിച്ച് അവിടെ ഒരു മടുപ്പ് വരുമ്പോ അവൻ അടുത്ത ഒരു സെറ്റപ്പ് തേടി പോകുന്ന ഒരു വിഷയമാണിത്. അതിനുവേണ്ടി വളയ്ക്കാൻ നോക്കുന്നതാണിത്. അവനെ സംബന്ധിച്ച് ഈ ബന്ധത്തിന് അവൻ കൊടുക്കുന്ന ഒരു നിറം അല്ലെ ഒരു കളർ എന്താണെന്ന് ചോദിച്ചാൽ അവനൊരു ടൂറ് പോകുന്നു. ആ ടൂർ പോകുന്ന സ്ഥലത്തെ എല്ലാ കാഴ്ചകളും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം വളരെയധികം ആസ്വദിച്ച് കണ്ടിഞ്ഞു പോരും. ടൂറ് പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ അതങ്ങ് മറക്കും. ആ കണ്ടതും ആസ്വദിച്ചതും ഒക്കെ അങ്ങ് മറക്കും. അവനായി, അവന്റെ കുടുംബമായി. അതേപോലെയുള്ളൂ ഒരു പുരുഷൻ ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വളച്ചൊടിച്ച് അവന്റെ പാട്ടിലാക്കുന്നുണ്ട്. ആ ടൂറ് പോയല്ലോ കുറച്ചു കാലം അവനൊന്ന് ആസ്വദിക്കും, അത് കഴിഞ്ഞു, പിന്നെ അവൻ മൈൻഡ് ചെയ്യല. അപ്പൊ എന്തുണ്ടാന്ന് വെച്ചാൽ ഇവക്കിവിടെ ലൈഫ് പോയി, തിരിച്ചു വരാൻ ഇവക്കിവിടെ ലൈഫില്ല. ആദ്യ ഭർത്താവ് സ്വീകരിക്കില്ല, ഒന്നുമില്ല. അപ്പുറത്ത് അവന്റെ ഭാര്യയൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടും ഉണ്ടാവില്ല, അവനൊന്നും നഷ്ടപ്പെടാനുമില്ല. സൗന്ദര്യവർണ്ണന കേട്ട് ചാടുന്ന പെണ്ണുങ്ങളുടെ എല്ലാം ലൈഫ് ഇതാ. ഇത് പക്ഷെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ തോന്നല് ഈ ഒരു അടി തന്നെയായിരിക്കും സജ്ജനയ്ക്ക് കിട്ടിയിരിക്കുക. പക്ഷെ സജ്ജന അതിബുദ്ധി കാണിച്ച് സോഷ്യൽ മീഡിയയിൽ അതങ്ങ് പബ്ലിക് ആക്കിയാൽ ഇപ്പുറത്ത് നിൽക്കുന്ന റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ച് വൻ മല പോലുള്ള ഒരു ഇമേജ് പൊത്തോന്നും പറഞ്ഞ് താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അതായത് ഓസ്കാർ അവാർഡ് മേടിച്ച് ഇത്രയും നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടി ആ പെണ്ണ് പ്രഗ്നന്റ് ആണെന്നും കൂടെ പറഞ്ഞാൽ, അങ്ങനെ എങ്ങാണ്ട് ലൈവിൽ പറഞ്ഞെന്നാ പറയുന്നത് കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയും കൂടെയൊക്കെ പറയുമ്പം ഇയാളുടെ ഇമേജ് മുഴുവൻ പോവുക ചെയ്യുന്നത്. അങ്ങനെ ഒരു വെടി പൊട്ടിച്ചതാകാനാണ് ചാൻസ്. അപ്പൊ റസൂൽ പൂക്കുട്ടി വിളിച്ച് കോംപ്രമൈസ് ആയപ്പം ലൈവ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷെ അത് ഫിറോസ് ഇപ്പം ഒരു ഇതായിട്ട് എടുത്തു. ഫിറോസ് കുറെ കാലമായിട്ട് ഇയാളുടെ പുറകെ ഉണ്ട്, ഓസ്കാർ മേടിച്ച ആളുടെ പുറകെ തന്നെയുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് മനസ്സിലായില്ല ഇയാളെയാണ് പറയുന്നത്. കാരണം ഇയാളുടെ പേര് ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ, ഒരു സ്ത്രീ വിഷയമുള്ള ആളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര സ്ത്രീ വിഷയക്കാരനാണെന്നാണ് ഇപ്പം മനസ്സിലാക്കി വരുന്നത്. രഞ്ജിത്തിന്റെയൊക്കെ ഒരു മോഡലായിട്ട് വരുമെന്നാണ് ഇപ്പൊ കേട്ടുവരുന്നത്. ഏതായാലും പേര് പോയിട്ടുണ്ട് നല്ലപോലെ. അതുകൊണ്ട് നിങ്ങൾ ഈ കമന്റിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, രണ്ടുപേര് തമ്മിൽ വേർപിരിഞ്ഞ കാര്യം പിരിഞ്ഞാണ് പിന്നെ ഫിറോസ് ഇതും പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താ, അവളെ അവളുടെ വഴിക്ക് വിട് എന്നുള്ള രീതി. പക്ഷേങ്കിൽ ഇയാളുടെ ജീവിതമാണ് മറ്റേ ആള് കളഞ്ഞത്. 2023 ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പം വന്നിട്ട് രണ്ടര വർഷമേ ഉള്ളൂ. സജന പറയുന്നത് റസൂൽ പൂക്കുട്ടിയായിട്ട് 4 വർഷമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ സജന ബിഗ് ബോസിലൊക്കെ പോകുന്ന സമയത്തും റസൂൽ പൂക്കുട്ടിയായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇതൊരു അവിഹിതമാണ്, അല്ല ദിവ്യപ്രണയമല്ല. ആ അവിഹിതമാണെങ്കിൽ ഫിറോസിന്റെ ലൈഫ് നശിപ്പിച്ച ആരാണ്? ഇയാളാണ്. അപ്പൊ പിന്നെ ഫിറോസിന് പ്രതികാരം വന്നൂടെ? വരാൻ അവകാശമില്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കമന്റ് ചോദിച്ചു സജന ആരുടെ കൂടെ പോയ ഫിറോസിന് എന്താ അയാൾ ഉപേക്ഷിച്ചല്ലേന്ന്. പക്ഷെ ഇവരെ ഉപേക്ഷിക്കാൻ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടി ആണെങ്കിൽ അയാളുടെ ഒരു ലൈഫാണ് കളഞ്ഞത്, ഫിറോസിന്റെ ഒരു ലൈഫാണ് കളഞ്ഞത്. കാരണം ഇവർക്കായിട്ടുണ്ടായ ഒരു കൊച്ചുണ്ടല്ലോ, സജനയ്ക്ക് വേറെ കൊച്ചുണ്ട്, ഫിറോസിന് വേറെ കൊച്ചുണ്ട്. എന്നാൽ ഇവർക്കായിട്ടുണ്ടായ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ വരെ ലൈഫല്ലേ പോകുന്നത്, ഇവരുടെ കുടുംബമാണ് നശിപ്പിച്ചു കൊടുത്തത്. അപ്പൊ പിന്നെ പ്രതികാരം വരുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ലൈഫാണ് നശിപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും പ്രതികാര മനസ്ഥിതി ഉണ്ടാവും. ഇപ്പൊ സജനയുടെ അവസ്ഥ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയാന്ന് തോന്നുന്നു. ഫിറോസിന്റെ അവസ്ഥയാണെങ്കിലും കുടുംബം ഇല്ലാതെ ഒന്നും നഷ്ടപ്പെടാതെ ഇപ്പുറത്തെ സൈഡില് റസൂൽ പൂക്കിട്ട് നിൽക്കുന്ന അവർക്ക് സഹിക്കും. അപ്പൊ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടണ്ടേ, ഒന്നുമല്ല പേരെങ്കിലും പോകണ്ടേ. അതിനാണ് അവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അയാൾ പണം കൊടുത്ത് മറ്റുള്ള മീഡിയക്കാരെയൊക്കെ വിലക്കെടുത്ത് നേരെ കഥ തിരിച്ചുവിടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഫിറോസ് ഇപ്പൊ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ വിലക്കെടുക്കാത്ത നട്ടലുള്ള മീഡിയക്കാരൊക്കെ ഉണ്ടെന്നും പറയുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് കുറെ കാര്യങ്ങളുടെ ഇത് സംബന്ധിച്ച് തിരിച്ചറിയാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ
ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവന്മാർ ഒരു കണ്ണിച്ചോരയില്ലാതെ വെറും ചെറ്റത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അത് പുറം ലോകം അറിയുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇവരുടെയൊക്കെ ഈ ക്യാമറയ്ക്ക് പുറകിലുള്ള അളിഞ്ഞ മുഖം ഒന്ന് കാണണ്ടേ മനുഷ്യർ, കാണണം, അറിഞ്ഞിരിക്കണം. കാരണം അത്ര കുറച്ച് ആരാധിച്ചാൽ മതിയല്ലോ, അല്ലേ ഇങ്ങനെ കമന്ന് കിടന്ന ആരാധനയാണല്ലോ എന്ന്. എന്തൊരു പ്രതിഭ എന്നും പറഞ്ഞ് ഇങ്ങനെ ആരാധിക്കും. ഒരു പ്രതിഭയില്ല. വെറും വെള്ളം അടിച്ചിട്ട് വാ തുറന്നാൽ വെറും വൾഗറായ വൃത്തികേടുകൾ മാത്രം പറയുന്ന ആൾക്കാരാ സിനിമാക്കാരെന്ന് പറഞ്ഞ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.